ഹലോ എടാ, അവനൊരു ആവശ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നമ്മളത് ഇടപെട്ട് അവന് വേണ്ട ഫണ്ട് മേടിച്ചു കൊടുത്തില്ലേ? പിന്നെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ കണാകണ പറയണ എന്തിനാ? ലോകത്ത് കിടക്കാത്തതൊന്നും അല്ലല്ലോ, നമ്മളൊരു 10% കമ്മീഷനല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറ. ജോസൂട്ടി പറഞ്ഞെന്ന് പറയടാ. ജോസൂട്ടി ഞാൻ പറഞ്ഞതാണ്. ഞാനൊരു ആവശ്യത്തിന് പോകണേ, ഞാൻ വിളിക്കാം കേട്ടാ. പോട്ടെ. എങ്ങോട്ടേട്ടാ? നമ്മുടെ ആ വാസൂട്ടി മേസരില്ലേ? എവിടെ പോയടാ? ചേട്ടാ കുറച്ചങ്ങ് നീങ്ങിരുന്നേടാ. എങ്ങോട്ട്? അവനും കൂടെ ഇരിക്കട്ടെ, കുറച്ച് നീങ്ങിയിരിക്കല്ലോ. ഇരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ 2 പ്രാവശ്യം കാട്ടി, ഇവിടെ 2 പ്രാവശ്യം കാട്ടി, ഇവിടെ 2 പ്രാവശ്യം കാട്ടി. കുറച്ച് നല്ല വെള്ളം എടുക്ക്. ആ അത് നന്നല്ല. പിന്നെ കുടിക്കാൻ പറ്റുന്ന വെള്ളം എടുത്താ കേട്ടോ. വേഗം പോവാ. പണിയുണ്ട്, എനിക്കൊന്ന് അവിടെ വന്ന് എടുത്തൂടെ? തേങ്ങ ഒന്ന് ചെറിയിട്ടാ, എനിക്ക് നടുവേദന എടുക്കണോ? അവിയിലിറക്കില്ലേ? ആ ഇറക്കി, വാ അങ്ങോട്ട്. ആ ശരി. അവിടെ പോയി കളിക്കണ. ആ അതിനെ പറഞ്ഞ അവിടെ പോയി കളി. ഏട്ടാ എണ്ണയൊക്കെ എടുക്കണം കേട്ടോ, ചിലപ്പോ പൊട്ടിപ്പോവും. പിന്നെ ആ സമയത്ത് എല്ലാം എണ്ണീട്ടുണ്ട്. എന്താണ് എന്താണ് എന്തേ ഇതെന്താന്ന്? ഇത് ഇല. ഇല. ഓ എന്റെ മനുഷ്യ, നിങ്ങൾ രാവിലെ തന്നെ തുടങ്ങിയോ? പറഞ്ഞാണല്ലേ, പിറന്നാളല്ലേ ഇന്ന്, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് എന്തിന്റെ കേടാണിത്? ഇല്ല കുഴപ്പമില്ല, കുറച്ച് ഇത് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ ഗ്ലാസ് കൊണ്ട് നിർത്തിക്കോണം. ഓ നിർത്തി. ഓ നിർത്തി. എവിടെയാട്ടാ? കാണാം. ആ വൈകുന്നേരം ശരിയാക്കട്ടെ. അപ്പൊ ശരി എന്നാ കാണാം. ചേട്ടോ വാടക തന്നില്ല. വാടക തന്നില്ല. അപ്പൊ അയാളും വാടക തന്നില്ല. ചേട്ടാ അതെന്റെ കൂട്ടുകാരനാ. ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ, എന്റെ വീട് അറിയൂലേ നീ? ഏത്? എനിക്കറിയില്ല. ആണാ? അത് ശരിയാ. ചേട്ടാ കൂട്ടുകാരനും സ്വന്തം ബന്ധമൊന്നും ഇത് ഇല്ല. എന്റെ അരിപ്രശ്നാ ചേട്ടൻ വാടക. ആ നീ അത് പറയണം, അതാണ് നീ പറയേണ്ടത്. അതൊന്നും അതിലില്ലല്ലോ. ഞാൻ വാടകയ്ക്ക് നിന്നെ വിളിച്ച വണ്ടിയിൽ എന്നോട് ചോദിക്കാതെ നീ എന്തിനാ നിന്റെ സ്വന്തക്കാരനെ കയറ്റിയത്? ചേട്ടാ അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂട്ടുകാരനാണെന്ന്. അപ്പൊ ഞാൻ വിളിക്കണ വണ്ടിയിൽ നിന്റെ കൂട്ടുകാരനെ യാത്ര ചെയ്യാനുള്ളതല്ല. ചേട്ടൻ വണ്ടിയുടെ വാടക തന്നിട്ട് പോയാ മതി. നീ വർത്താനൊന്നും പറയണ്ട. എത്ര നിന്റെ വാടക? 100 രൂപ തന്നാ മതി. അത്രയല്ലേ ഉള്ളൂ? ഇന്ന് 50 രൂപ. ചേട്ടാ ഇത് 50 രൂപയേ ഉള്ളൂ. 50 രൂപ 50 രൂപ അവൻ തരുമല്ല. എവിടുന്ന് വരുന്നതാ ഇതൊക്കെ? നമ്മുടെ അടുത്താണ് കളിയേ. അവനെ എൻ്റെ അടുത്താണ് കളി ഇറക്കണം. ആ വാസുട്ടി അവിടെ ഇരിക്കാണ്. അത് കൊള്ളാം. അല്ല എന്ത് പരിപാടി അത്? ജെസ്സി അവിടെയാണ്. ഞാനും അവളും കൂടി ഒന്നിച്ചാ വരാനിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒരു വിളി വന്നു. ആ പെണ്ണിന്ന് ലീവായിന്നേ. അപ്പൊ ഇന്നൊരു കല്യാണ വർക്ക് അവളെ ഏറ്റിട്ടുണ്ടായി. ആ പണിക്കാരത്തി പെണ്ണാണെങ്കിൽ ഇന്ന് രാവിലെ വിളിച്ചിട്ടാണ് ലീവ് പറയണത്.
പിന്നെ അവൾ അവിടെ ചെന്നത് ചെയ്തിട്ട് ഒരു ഓട്ടോ നിങ്ങൾ പോര്, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്ന് ചങ്ങായി, നിങ്ങളെല്ലാവരും കൂടി വരുന്നു വിചാരിച്ചിട്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇങ്ങനെ വരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ ഈ സാധനങ്ങളൊക്കെ അവിടെ കെട്ടി പൂഞ്ഞിട്ട് തരൂ കേട്ടോ. അല്ലാതെ ജെസ്സി വരും, അവൾ അരമണിക്കൂറിനുള്ളിൽ വരും, ആ കാര്യം പേടിക്കണ്ട. ആ വന്നാ മതി. മല്ലികേ കിട്ടിയോ? എന്നാ ഇതാകെ വെച്ചോ. എന്താ ഇത്? ഇതൊരു കേക്കാണ്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അതൊന്നും സാരില്ല. അല്ല, ജെസ്സി എവിടെ? അവളിപ്പോ ഇങ്ങോട്ട് എത്തും, ഞാനിങ്ങോട്ട് നേരത്തെ പോന്നതാണ്. ശരി. അവിടെ നിൽക്കി അച്ഛമ്മ ഓടി ഓടി മടുത്ത് എന്നെ കൊണ്ട് വയ്യ. എന്റെ ദൈവമേ, തട്ടി മറിച്ചുകൊണ്ട് ഈ പിള്ളേർ എന്തോന്ന് കാണിക്കുന്നത്? ഓടിപ്പിച്ചതാ ഞാൻ. എന്റെ പൊന്നു മല്ലിയെ ആളുകൾ വരെ നേരെ വാങ്ങി പിള്ളേർക്കൊന്നും കുളിക്കാൻ പറ. എന്തോ നാടായത്? എടാ പോയി കുളിക്കണ ചക്ക. അച്ഛൻ കുളിച്ചിട്ടില്ല. വെറുതെ പറയരുത്. അല്ല, നീ ഇവിടെ നിപ്പോണ്ടായിരുന്ന? നീ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നിന്റെ പെണ്ണുപിള്ള വന്നില്ല? അവള് വരും, ഒരു ചെറിയ വർക്ക് ഉണ്ട്, ഇപ്പൊ വരും. പിള്ളേര് കുളിക്കാൻ പറഞ്ഞാ കുളിക്കത്തില്ല, പിന്നെ എന്തോ ചെയ്യും? എടാ അച്ഛൻ അച്ഛമ്മ പറയണേക്ക്, ഇന്ന് നല്ലൊരു ദിവസമല്ലേ, അവനെ തേച്ചൊരിച്ചൊന്ന് കുളിപ്പിച്ചേ. പോയി ചെല്ലി പല്ലും തേച്ചോട്ടാ. ആ അതെങ്ങനെയാണ്? അച്ഛൻ കുളിച്ചാലേ മക്കള് കുളിക്കുള്ളൂ. ഒരക്ഷരം പറഞ്ഞാൽ കേൾക്കില്ലാന്ന്. അല്ല, പരീക്ക് വന്നില്ലേ? ഭാര്യയെക്കുട്ടിയെ ഞാൻ രാവിലെ മുതൽ വിളിക്കാണ്. ഇതാ ഇറങ്ങ എന്ന് പറയുന്നുണ്ട്. ആ ഞാൻ വിളിച്ചപ്പോഴും ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇവരെ എവിടുന്ന് ഇറങ്ങണത്? ചന്ദ്രനോ? മറ്റേ മേക്കപ്പ് തുടങ്ങിയിട്ടുണ്ടാവും, ബി വി.